കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഫോൺ ഓഫ് ചെയ്തത് എങ്ങോട്ട് പോയി? ഇനി വീട്ടിൽ പോയി കാണൂ. ഒന്ന് വിളിച്ചു നോക്കാം. പക്ഷെ ഇവിടെ ചെന്നിട്ടില്ലെങ്കിൽ അവര് ചോദിക്കുന്നതിന് ഞാനെന്ത് മറുപടി പറയും? വെറുതെ വിളിച്ചതാന്ന് പറയാം. അല്ല, വെറുതെ വിളിച്ചതാ. ശരി. അവിടെയും ചെന്നിട്ടില്ലല്ലോ ദൈവമേ. ഇനിയിപ്പോ ആരെ വിളിച്ച് അന്വേഷിക്കും? ഫ്രണ്ട്സിന് ആരെങ്കിലും വിളിച്ചു നോക്കിയല്ലോ. അവരുടെ ആരുടെ നമ്പർ എന്റെ കയ്യിൽ ഇല്ലല്ലോ. എന്താ മോളെ, അവളെ കിട്ടിയോ? ഇല്ലമ്മേ, ഫോൺ സ്വിച്ച് ഓഫാ. വീട്ടിലും ചെന്നിട്ടില്ല. അല്ല, ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചു നോക്കിയോ? അവരുടെ ആരുടെ നമ്പർ എനിക്കറിയില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ആകെ വിഷമിച്ച മായിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പുറത്തെ ദേശത്തിന് ഞാൻ അവളെ തല്ലുകയും ചെയ്തു. അല്ല, അവളത് അനുഭവിക്കേണ്ടതാ. അവൾ ഒറ്റ ഒരുത്തിയാ ജ്യോതിപോക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത്. അവള് കറങ്ങിത്തിരിഞ്ഞ അവൾ ഇങ്ങോട്ട് തന്നെ എത്തിക്കോളൂ. അല്ലാതെ എവിടെ പോവാനാ? അവൾ അവിടെ വീട്ടിൽ ചെന്നെന്ന് അറിഞ്ഞാലേ ഞാൻ നാളെ രാവിലെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നോളാം. അതാ നല്ലത്. അമ്മേ, അതല്ല പ്രശ്നം. മായിച്ചി എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്നാ എന്റെ പേടി. ഈ വീട് നിറക്കി വിട്ടതിനും ഉപദേശിച്ചതിനും പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ച അതിനും നമ്മൾ എല്ലാരും സമാധാനം പറയേണ്ടി വരില്ലേ? ചിലപ്പോ ജയിലിൽ പോവേണ്ടിയും വരും. അല്ല, അമ്മയാണല്ലോ മായച്ചെ ഇറക്കി വിട്ടത്. അത് പിന്നെ ജ്യോതിക്ക് വിഷം കൊടുത്തെന്ന് അറിഞ്ഞാ പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അവളെ പൂട്ട് പൂജിക്കണം? ഒരു കാര്യം ചെയ്, നിങ്ങളവളെ വിളിക്ക. ഫോണിൽ കിട്ടുവാണെങ്കിൽ തിരിച്ചു വരാൻ പറ. അമ്മ, ഇതത്ര നിസ്സാര കാര്യമായിട്ട് അമ്മ കാണരുത്. ഇതിപ്പോ രാത്രി ഇത്രയായിട്ടും മായിച്ച് സ്വന്തം വീട്ടിൽ പോലും എത്തിയിട്ടില്ല. താരേച്ചി വിളിച്ചു ചോദിച്ചപ്പോ അവരുടെ വീട്ടുകാരെ വിവരം അറിഞ്ഞും കാണും. ഇനിയിപ്പോ അവരുടേതായ അന്വേഷണവും വരും. മായിച്ചെ പോലൊരു പെണ്ണ് രാത്രി ഒറ്റക്കിറങ്ങി നടന്ന ചിലപ്പോ നമ്മളൊന്നും ചിന്തിക്കാത്തതായിരിക്കും സംഭവിക്കാം. ഇനിയിപ്പോ അത് വല്ല ദുരന്തമാണെങ്കിൽ നേരത്തെ താരേച്ചി പറഞ്ഞ പോലെ നമ്മൾ എല്ലാരും ജയിലിലാവും. ഞാൻ ജയിലിൽ പോണം. അമ്മേ, എങ്ങനെയെങ്കിലും മായേച്ചിയെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. രാത്രിയിലെ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന അപകടങ്ങളെ പറ്റി ദിവസവും നമ്മൾ എത്ര വാർത്തകളാ കേൾക്കുന്നത്. മൈനറ്റിൽ കണ്ണോ, നീ എന്നെ ചതിച്ചോ? ജ്യോതിക്ക് പോയിസം കൊടുത്തത് അവളാണെന്ന് അറിഞ്ഞപ്പോ ഞാനങ്ങ് വല്ലാണ്ട് വയലന്റായി. എന്നാലും അതുകൊണ്ട് അവളെ കൊണ്ട് അബദ്ധമൊന്ന് കാണിപ്പിച്ചേക്കല്ലേ എന്റെ കണ്ണ. എന്റെ കൃഷ്ണ, അമ്മേ, ഒന്ന് അന്വേഷിക്കാൻ DKയോട് തന്നെ പറഞ്ഞാലോ? മൈ സൺ, ഡേഞ്ചർ, ടോട്ടൽ ഡേഞ്ചർ. ഡേഞ്ചറോ? ജയിലിൽ പോവാൻ റെഡി ആയിക്കോ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ജയിലിൽ പോകാനോ? ആര്?
എന്തിന്? ഇപ്പൊ നിനക്കൊന്നും മനസ്സിലാവില്ല, നാളെ നിനക്ക് മനസ്സിലായിക്കോളൂ. അമ്മ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. എടാ മായെ കാണാനില്ല. എടാ അവളോടൊന്ന് പോയിട്ടേ എവിടെ ചെന്നിട്ടുമില്ല, അവളെ വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല. ഫോൺ സ്വിച്ച് ഓഫ്. എടാ നീ എവിടെയെങ്കിലും പോയിട്ട് തിരക്ക്, ഇല്ലെങ്കിൽ നീ ആരെങ്കിലും വിളിച്ചൊന്ന് അന്വേഷിക്ക്. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അവള് നേരെ അവളുടെ വീട്ടിൽ പോയി കാണും. അതല്ലെങ്കിൽ പോയ പോലെ തിരിച്ചു വരും. അമ്മ അതിനിങ്ങനെ വെപ്രാളം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളൊരു പ്രായപൂർത്തിയായ പെണ്ണാ. ഒറ്റയ്ക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട്. അതുകൊണ്ടല്ലേ അവൾ ജ്യോതിക്ക് വിഷം കലക്കി കൊടുത്തത്. അപ്പൊ പിന്നെ അവൾക്ക് ഏത് രാത്രിയിലും എവിടെയും പോകാനുള്ള ധൈര്യം ഉണ്ടാവും. നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ മോനെ, അവൾ എന്തെങ്കിലും അവിവേകം ചെയ്യുന്ന എന്റെ പേടി. ഞാനാണ് അവളെ അടിക്കുകയും ചെയ്തു. മൈലിറ്റിൽ കണ്ണ, ഏത് നേരത്താണാവോ എനിക്ക് അവളെ അടിക്കാൻ തോന്നിയത്. ആ എടാ മോനെ, നീ എവിടെയെങ്കിലും വിളിച്ചൊന്ന് അന്വേഷിക്കടാ. അമ്മ തന്നെ വിളിച്ച് അന്വേഷിച്ചാൽ മതി. അവളുടെ വീട്ടിലോ അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനെയോ ആരെയെന്ന് വെച്ചാ. എടാ താരേ ചിത്ര എല്ലായിടത്തും വിളിച്ചു, അവളങ്ങ് ചെന്നിട്ടില്ല. ആ എടാ ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണോ? അല്ല, ഇത് സരോവരത്തിൽ നിന്ന് ജ്യോതിയുടെ അച്ഛനാ. അയ്യോ എന്റെ ദൈവമേ, അയാൾ ഈ സമയത്ത് വിളിക്കുന്നത്. ഓ ഇനി എവിടെയെങ്കിലും കുഴപ്പമുണ്ടാവോ? എടാ കണ്ണ ഫോൺ എടുക്കടാ, എടുക്കടാ കണ്ണ. ഹലോ മോനെ, മോന് അമ്മയൊന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ വരെ ഒന്ന് വരണം. ഈ രാത്രി ഞങ്ങൾ വരേണ്ട അത്യാവശ്യം എന്താ? അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. കാര്യം എന്താന്ന് വെച്ചാൽ പറയും. കാര്യമൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. പക്ഷേ നിങ്ങൾ രണ്ടും ഈ രാത്രി ഇവിടെ വന്നേ പറ്റൂ. വരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നാളെ നേരം വിളിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം വരണോ വേണ്ടിയൊന്നും. എടാ മോനെ, നീ എങ്ങോട്ട് പോകുന്ന കാര്യമായി പറയുന്നത്? നമ്മൾ രണ്ടും കൂടി ഈ രാത്രിയില് സരോവരത്തിലോട്ട് ചെല്ലണമെന്ന്. സരോവരത്തിലേക്കോ? എന്തിന്? ആർക്കറിയാം. നീ ആ ഫോണിങ്ങനെ, ഞാൻ സംസാരിക്കാം. ഈ താഴെ കണ്ട. ഹലോ സുധാരനാരെ, എന്താണ് പ്രശ്നം? ആ ശരി ശരി, ഞാൻ വരാം. എന്താ അവര് പറഞ്ഞു? കുറ്റം ചെയ്തിട്ടില്ലെങ്കിലേ ഇറക്കി വിട്ടാൽ ഉടനെ ഇറങ്ങി പോവുകയല്ല ചെയ്യേണ്ടത്. അവിടെ നിന്ന് തെളിയിക്കുക വേണ്ടത്. ഇല്ലമ്മേ, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന ആളടിക്ക്. ആടിയേക്കെ പോലും എന്നെ വിശ്വസിക്കാതെ വന്ന പിന്നെ എനിക്ക് എങ്ങനെ അവിടെ വന്ന് ഞാനിത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റും? അമ്മ വിശ്വസിക്കണം, എന്റെ കൈകൊണ്ട് ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല. അമ്മ, ഒരാൾ ഉറപ്പിച്ച് നമ്മുടെ മുഖത്ത് നോക്കി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ അയാളെ നമുക്ക് വിശ്വസിക്കാം. അതെ പത്മാവതി അമ്മേ, ഇവിടെ വന്ന് ജ്യോതിയോട് കരഞ്ഞു പറഞ്ഞിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഈ കുട്ടി ഇറങ്ങിപ്പോയത്. സന്ധ്യയ്ക്ക് ജ്യോതി മോൾ ഈ കുട്ടിയെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഈ പ്രായത്തിലൊരു പെൺകുട്ടി പാതിരാത്രി റോഡ് വക്കിൽ പെട്ടുപോയാലുള്ള അവസ്ഥ അറിയാലോ. ഞാൻ അപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞു എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ചോണ്ട് വരാൻ. സുധാകരേട്ടൻ ചെന്ന് നോക്കുമ്പോഴേ ബസ് സ്റ്റോപ്പിൽ എങ്ങോട്ട് പോണോന്നറിയാതെ നിൽക്കുകയായിരുന്നു. പോരാത്തതിന് ചുറ്റിലും കുറെ ആണുങ്ങളും. വിളിച്ചാ വരാൻ തയ്യാറാണ്ടായി കുട്ടി. ഞാൻ കൊറേ വിളിച്ചിട്ടാ മായ ഇങ്ങോട്ട് വന്ന തന്നെ.
എന്തായാലും അവിടെയുള്ള ഒരാൾ തന്നെയാ ചേച്ചിയോട് ഇത് ചെയ്തത്, അതുറപ്പാ. പ്രിയേ, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. ഇനി പറഞ്ഞിട്ട് എന്തിനാ, നമുക്കത് ഒഴിവാക്കാം. അമ്മ എത്രയും പെട്ടെന്ന് മായയും കൊണ്ട് അമരാവതിയിലേക്ക് പോണം. അവരെല്ലാവരും അവിടെ വിഷമിച്ചിരിക്കാവും. എന്തിന് കൂടെ നിന്ന് ചതിച്ചിട്ട് ഇപ്പൊ എന്തിനു വിഷമിക്കുന്നു? ഞാനല്ല ഇത് ചെയ്തതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ജ്യോതിമോളെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് താമസിക്കാതെ കണ്ടുപിടിക്കും ഞാൻ. എന്നിട്ട് തീരുമാനിക്കാം ബാക്കിയൊക്കെ. മോളെ, നാളെയാണ് കോടതി പോകുന്നതല്ലേ? മോളെ, ഇപ്പോഴും നീ തിരിച്ചു വരുമെന്ന് തന്നെയാ അമ്മ വിശ്വസിക്കുന്നത്. സുധാകരൻ നായരെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ആയിക്കോട്ടെ. ശരി മോളെ. ശരി അമ്മ. വാമായി. ഓ എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ. മായച്ചി, മാറി നിക്കടി, തൊട്ടുപോകരുത് തന്നെ. മായച്ചി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനൊരു തെറ്റ് ചെയ്ത അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ എനിക്കൊരു മടിയുമില്ല. എന്നാ മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ പാപഭാരം ഏറ്റുവാങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളിൽ ആരോ ഒരാളാ ജ്യോതിക്ക് വിഷം കൊടുത്തത്. എന്തായാലും ഞാനത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ജ്യോതിയെ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്നത് മായച്ചയായിരുന്നല്ലോ. അല്ല, താരേച്ചി അതിന് കൂട്ടുപ്രതിയാ. അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്താ അത് ഞാനാണെന്ന് ഏറ്റു പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. പിന്നെ ജ്യോതിയെ ഞാൻ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അവളെ വിഷം കൊടുത്ത് കൊല്ലേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാനത് ചെയ്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാ? നിങ്ങളിൽ ആരോ ഒരാള് കള്ളം പറയുകയാണ്. എന്തായാലും ഞാനല്ല ഇത് ചെയ്തതെന്ന് ജ്യോതിക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. അത് ബോധ്യപ്പെടുത്താനാ ഞാൻ അവളെ കാണാൻ പോയത്. ചിലർക്ക് കൂടെ നിൽക്കുമ്പോഴും കുഴിയിൽ തള്ളിയിടുന്ന ശീലമുണ്ട്. നീയോ ഗോകുലോ ബാലുവോ, നിങ്ങളിൽ 3 പേരിൽ ആരോ ഒരാളാ ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതാരാണെന്ന് തെളിയിച്ചിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ. നിന്റെ ഭാഗം നീ പറഞ്ഞു, പക്ഷെ എന്റെ നോട്ടത്തിൽ നിങ്ങൾ എല്ലാവരും തെറ്റുകാരാ. എന്ന് വെച്ചാൽ സംശയത്തിന്റെ നിഴലിലാണ്. അത് തെളിയുന്ന ദിവസം കുറ്റക്കാരാരായാലും അവർ ഈ അമരാവതിക്ക് പുറത്താ. പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. എല്ലാരും പ്രാർത്ഥിച്ചോ, മൈ ലിറ്റിൽ കണ്ണൻ ഒരു ദിവസത്ത് തെളിയിക്കും. അതുവരെയുള്ളൂ ഈ വീട്ടിലുള്ള നിങ്ങളുടെയൊക്കെ സമാധാനപരമായ ജീവിതം. മൈൻഡ് ഇറ്റ്.
പറ്റി മായേച്ചി? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നീയാണോടി എന്നെ ചതിച്ചത്? ഞാനോ? അതെ, ഈ വീട്ടിൽ എനിക്ക് ആകെ സംശയം നിന്നെ തന്നെയാ. എന്നെയോ? അതെ, നിന്നെ തന്നെ. ആ, ഇല്ല മായേച്ചി, മായേച്ചി അറിയാതെ ഒരു കാര്യം ചെയ്യില്ലെന്ന് അറിയാവുന്നതല്ലേ? സത്യത്തിൽ എനിക്ക് പേടിയാ. മായേച്ചി കൂടെ ഉണ്ടെന്നുള്ളതാ എന്റെ ആകെ ധൈര്യം. നിന്റെ അഭിനയമൊന്നും എന്റെ അടുത്ത് വേണ്ട. ജ്യോതിക്ക് കുടിക്കാനുള്ള ജ്യൂസ് കൊണ്ടു കൊടുത്തത് ഞാനാ. അതിലാ വിഷം കലർന്നത്. ഞാൻ ആ ജ്യൂസ് ജ്യോതിക്ക് കൊണ്ടു കൊടുക്കുന്നത് DK കാണുകയും ചെയ്തു. അതുകൊണ്ടാ എന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയത്. പക്ഷേ എനിക്കുറപ്പുണ്ട്, ഞാൻ ആ ജ്യൂസിൽ ഒന്നും ചേർത്തിട്ടില്ല. നിന്നെ ഞാൻ ഉറപ്പായും സംശയിക്കാൻ കാരണം ആ ജ്യൂസ് കൊണ്ടുവന്നത് ബാലുവാണ്. അതൊഴിച്ചു വെച്ചത് നീയാണ്. എന്റെ ദേവി, ഞാൻ അതിനകത്ത് വിഷം കലക്കിന്നാണ് മായേച്ചി പറയുന്നത്? അതെ, നീ അല്ലെങ്കിൽ പിന്നെ ആരാ അത് ചെയ്തത്? എന്തായാലും ചിത്ര അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവളുടെ ശത്രുപക്ഷത്ത് ഈ വീട്ടിലുണ്ടായിരുന്നത് നീ മാത്രമാ. ഞാനല്ല ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുള്ള സ്ഥിതിക്ക് എനിക്ക് നിന്നെ മാത്രമേ സംശയിക്കാൻ പറ്റൂ. എന്റെ പൊന്നു മായേച്ചി, എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ. എനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. പിന്നെ ആരാ? ഗോകുലാണോ അതോ ബാലുവോ? അയ്യോ, അവരങ്ങനൊന്നും ചെയ്യില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അവരങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചാ അത് നമ്മളോട് ആലോചിക്കാതിരിക്കില്ല. നമ്മൾ അറിയാതെ ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യം ആ പാവങ്ങൾക്കില്ല. കൊള്ളാം. നീയല്ല, ബാലുവല്ല, ഗോകുലും അല്ല. പിന്നെ ആര്? നമ്മൾ ആരും അറിയാതെ ആ സമയത്ത് ഇവിടെ വന്ന് ജ്യോതിക്ക് കുടിക്കാനുള്ള ജ്യൂസില് വിഷം കലർത്തിയത് ആര്? ഇല്ല, അങ്ങനെ ഒരാളും അപ്പ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരേ ഒരു ചാൻസേ ഉള്ളൂ. അത് വിരൽ ചൂണ്ടുന്നത് നിന്നിലേക്കും ബാലുവിലേക്കും ഗോകുലിലേക്കുമാണ്. നിങ്ങളിൽ ഒരാൾ തന്നെയാവണം ഇത് ചെയ്തത്. അതെനിക്ക് ഉറപ്പാ. എന്താടി ഒന്നും പറയാത്തത്? എന്റെ പൊന്നു മായേച്ചി, ഇത് കേട്ടപ്പോ തന്നെ എന്റെ പാതി ജീവൻ പോയി. അമ്മയോ ജ്യോതിയോ മായേച്ചിയോ പറയുന്ന കേട്ടാ മതി, അടുത്ത നിമിഷം ഞങ്ങളെ പോലീസ് കൊണ്ടുപോകും. എന്തായാലും പോലീസ് വരും, അന്വേഷണവും നടക്കും. ആരാണ് ജ്യോതിക്ക് വിഷം കൊടുത്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. ആ സമയത്ത് എന്റെ മുന്നിൽ തലകുനിച്ച് നിന്നേക്കരുത് നീ, മനസ്സിലായോ? പോ. വെരി ഗുഡ്. നേരെ ചൊവ്വേ ഒരു ഷർട്ട് മടക്കി വെക്കാൻ പറ്റുന്നില്ല. ആ നീയാ വൈഫിനെ ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നത്. എന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാമേ. എടാ മോനെ, മറ്റൊരാളുടെ ഹെൽപ്പില്ലാതെ നിനക്ക് നിന്റെ കാര്യം പോലും നോക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ ആരുടെയും സ്വന്തം കാര്യങ്ങൾ നടക്കാതിരിക്കുന്നില്ല, അവരൊക്കെ ജീവിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഒരു ലൈഫാണോടാ മോനെ? ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൽ വൈഫ് ഉണ്ടാവണം, സണ്ണും ഡോട്ടറും ഉണ്ടാവണം, ഒരു ഹൗസും വേണം, അതിൽ ഹാപ്പിനെസ്സും വേണം. മനസ്സിലായല്ലോ നിനക്ക്?
എടാ വീട്ടിലെ കുട്ടികളുടെ കളിയും ചിരിയും ഉണ്ടാവണമെന്നർത്ഥം. ഇപ്പൊ മനസ്സിലായോടാ? അതെ, എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. വാട്ട് ഈസ് യുവർ ഡിസിഷൻ? എടാ നിന്റെ തീരുമാനം എന്താണെന്ന്. എന്ത് തീരുമാനം? അതെ, നാളെ നീ കോർട്ടിൽ ചെല്ലുമ്പോഴേ എന്താ പറയാൻ പോകുന്നത്?